നമസ്കാരം. പിണറായി വിജയൻ എന്ന അധികാരത്തിന്റെ വൻകോട്ടകൾക്കുള്ളിലേക്ക് ആഞ്ഞു വീശിയൊരു കൊടുങ്കാറ്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ്. ഈ ജന്മത്തിൽ പിണറായിക്ക് മറക്കാനാകാത്തൊരു മറുപടി തന്നെയാണ് രാഹുൽ കഴിഞ്ഞ ദിവസം നൽകിയത്. രാഹുൽ എറിഞ്ഞത് സാധാരണ വാക്കുകളല്ല, അതൊരു തീഗോളമായിരുന്നു. ആ വാക്കുകളുടെ ചൂട് ഇന്ന് പുറത്തേക്ക് കാണാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അതിന്റെ ഉള്ളിൽ കത്തുന്നത് ആരാണെന്ന് ഇന്ന് കേരളത്തിന് കൃത്യമായി അറിയാം. വ്യാജ ആരോപണങ്ങളുടെയും കേസുകളുടെയും ചങ്ങലയിൽ ബന്ധിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കാൻ ഭരണകൂടം ശ്രമിച്ചപ്പോൾ രാഹുൽ മൗനം പാലിച്ചില്ല. അവൻ പൊരുതി, വിട്ടുകൊടുക്കാതെ നിലകൊണ്ടു, കൃത്യമായ മറുപടി തന്നെ നൽകി. ഇത് ഒരാളുടെ മാത്രം പോരാട്ടമല്ല, ഇതൊരു തലമുറയുടെ ആകെ കോപമാണ്. ഇത് നീതിക്കായി കാത്തു നിൽക്കുന്ന അമ്മമാരുടെ കണ്ണീരാണ്. ഇത് സത്യത്തിനു വേണ്ടി കത്തുന്ന യുവത്വത്തിന്റെ ശബ്ദമാണ്. രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഉയർന്ന പോസ്റ്റുകളാണിതെല്ലാം. ഈ ജന്മത്തിൽ മറക്കാനാകാത്തൊരു മറുപടി തന്നെയാണ് അവൻ നൽകിയിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന അധികാരത്തിന്റെ കോട്ടയിലേക്ക് ഒരു യുവാവ് എറിഞ്ഞത് സാധാരണ വാക്കുകളല്ല, അതൊരു തീഗോളമായിരുന്നു. അതിന്റെ ചൂട് പുറത്തേക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഉള്ളിൽ കത്തുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. വ്യാജ ആരോപണങ്ങളുടെ ചങ്ങലയിൽ ബന്ധിച്ച് ഒരു ജീവിതം തകർക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ മൗനം പാലിച്ചില്ല. അവൻ പൊരുതി, നിലകൊണ്ടു, മറുപടി പറഞ്ഞു. ഇതൊരാളുടെ പോരാട്ടമല്ല, ഇതൊരു തലമുറയുടെ കോപമാണ്. ഇത് നീതിക്കായി കാത്തു നിൽക്കുന്ന അമ്മമാരുടെ കണ്ണീരാണ്. ഇത് സത്യത്തിനു വേണ്ടി കത്തുന്ന യുവത്വത്തിന്റെ ശബ്ദമാണ്. ചില പകകൾ ഉണ്ട്, അത് വാക്കുകളിൽ തീരില്ല, അത് നീതിയിലൂടെ മാത്രമേ തീരൂ. ഇന്ന് അവൻ ഒറ്റയാളല്ല, അവന്റെ പിന്നിൽ ഒരു സമൂഹമുണ്ട്. രാഹുൽ, നിനക്കൊപ്പം ഞങ്ങളുണ്ട് എന്നായിരുന്നു ആ പോസ്റ്റ്. അധികാരത്തിന്റെ ഹുങ്കിന് മുന്നിൽ മുട്ടുമടക്കാത്ത ആ പോരാളിക്ക് പിന്തുണയുമായി കേരളം മാറുകയാണ്. രാഹുൽ, ഞങ്ങൾ നിനക്കൊപ്പമുണ്ട് എന്നാണ് അണികൾ വ്യക്തമാക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധിക്ഷേപ പ്രസംഗം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലെ അവനെന്ന് അഭിസംബോധന ചെയ്തും വ്യക്തിഹത്യ നടത്തിയും മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവൻ എന്ന കൂട്ടത്തിൽ ഉള്ളയാളാണോ ഇത്? അവൻ നാട് മുഴുവൻ വ്യഭിചരിക്കുവാൻ നടക്കുകയല്ലേ? ഒരു ജനപ്രതിനിധിയെയും യുവാവിനെയും കുറിച്ച് ഇത്രയും തരംതാണ പരാമർശം മുഖ്യമന്ത്രി നടത്തുമ്പോൾ കേരളം ചോദിക്കുന്നത് ഇതാണോ ഒരു ഭരണാധികാരിയുടെ സംസ്കാരമെന്നാണ്. ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് തള്ളിയ മുഖ്യമന്ത്രി രാഹുലിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. പക്ഷേ രാഹുൽ തളർന്നില്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും PR തട്ടിപ്പാണ്. ഇത് രാഹുൽ തിരിച്ചടിച്ചു. ഗണേഷ് കുമാറിനെതിരെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രാജിക്കായി മുറവിളി കൂട്ടിയ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെ രാഹുൽ തുറന്നു കാട്ടി. ശ്രീ വിജയ, ചുമ്മാ വിരട്ടാൻ നോക്കേണ്ട, ജയിലിൽ ആക്കിയാലല്ല കൊല്ലാൻ നോക്കിയാലും പേടിക്കില്ല. മുഖ്യമന്ത്രിയുടെ കൊലച്ചിരിക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന രാഹുലിനൊപ്പം ഒരു വലിയ സമൂഹം തന്നെയുണ്ട്. രാഹുൽ, നിനക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന മുദ്രാവാക്യം എന്ന സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ്. രാഷ്ട്രീയ വിരോധത്താൽ എത്ര ഹീനമായി ഒരാളെ ആക്രമിക്കാമെന്നതിന്റെ ഉദാഹരണമാണ് തനിക്കെതിരെയുള്ള കേസുകളെന്ന് രാഹുൽ തുറന്നടിച്ചു. ആ കപ്പ് മാത്രമല്ല, കേസുകളും താങ്കളുടെ പൊളിറ്റിക്കൽ PR ഉപകരണങ്ങൾ മാത്രമാണ്. പുറത്ത് താങ്കൾ എന്തൊക്കെ നുണകൾ പറഞ്ഞു നടന്നാലും ഇതിലെ യാഥാർത്ഥ്യം താങ്കൾക്കും എനിക്കും അറിയാം. ഈ മുന്നറിയിപ്പും രാഹുൽ നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ ആരോപണത്തിനും അക്കമിട്ടാണ് രാഹുൽ മറുപടി നൽകിയത്. രാഹുലിന്റെ ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധം തീർക്കലും ഒക്കെയാണ് എന്ന് ഇതിനോടകം കേരളത്തിന് നന്നായി ബോധ്യമായിട്ടുണ്ട്. ഒന്നും അറിയാതെ ആരുടെ സ്ക്രിപ്റ്റിലെ ഒരു കഥാപാത്രമാണ് താങ്കൾ എന്ന് കഴിഞ്ഞ ദിവസം ആ കപ്പിനെ പറ്റിയുള്ള താങ്കളുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു. ശ്രീ വിജയൻ, താങ്കളുടെ സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിയത് ആ പരാതിക്കാർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിനെതിരെ ആരോപണം വന്ന മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ചയാളാണ് താങ്കൾ. ശ്രീ വിജയൻ ഇന്ന് ന്യായീകരിച്ചല്ലോ ശ്രീ ഗണേഷ് കുമാറിനെ അത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതേ ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലേ? ഇന്ന് അതേ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ താങ്കളുടെ മകളോടൊപ്പം താങ്കളുടെ പോലീസിനോടും വരെ പരാതി പറഞ്ഞിട്ട് ആ സ്ത്രീയെ സഹായിച്ചു. എന്നാൽ ഹോട്ടൽ വളഞ്ഞു താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പറ്റാവുന്ന അത്ര അപരാധം യാതൊരു തെളിവുമില്ലാതെ എഴുതിപ്പിടിപ്പിച്ച കോടതിയിൽ കൊടുത്തിട്ട് എന്തായി? കോടതികൾ പറഞ്ഞതുകൂടി സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ കോടതി സമർപ്പിച്ച തെളിവുകളും ഇനി സമർപ്പിക്കാൻ പോകുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറാം. അന്വേഷണവുമായി ബന്ധപ്പെട്ടില്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്ന ആ പോലീസ് ഈ തെളിവുകൾ അങ്ങ് പുറത്തുവിടട്ടെ. എന്തായാലും എല്ലാ സത്യവും പുറത്തുവരും.
എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എന്റെ പ്രസ്ഥാനവും എന്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ഈ ലോകത്ത് എന്റെ പ്രസ്ഥാനത്തെപ്പറ്റി പരാതി പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ലാത്ത അത്ര വേഗതയിലും എതിർവാദം കേൾക്കാൻ പോലും തയ്യാറാകാതെയും നടപടിയെടുത്ത കോൺഗ്രസിന്റെ തട്ട് താണു തന്നെ ഇരിക്കും. പറയാൻ സർക്കാരിന് നേട്ടങ്ങളില്ലാത്തതുകൊണ്ട് ഇത് വിഷയമാക്കണമെങ്കിൽ ആക്കിക്കോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ബാക്കി ജനം തരും. ഭാര്യയുടെ നാഭിക്ക് ചവിട്ടിയവന് പിന്നെ കൊടുത്ത സ്ഥാനമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ശ്രീ വിജയ ചുമ്മാ വിരട്ടാൻ നോക്കേണ്ട. ജയിലിലാക്കിയാലല്ല കൊല്ലാൻ നോക്കിയാലും പേടിക്കില്ല എന്നായിരുന്നു ആ പോസ്റ്റ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിലിരുന്ന് അവൻ എന്ന് ആക്ഷേപിച്ചപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഒഴുകിയെത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സ്നേഹത്തിന്റെ വേലിയേറ്റമാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ഒരാളെ തകർക്കാൻ നോക്കുന്നവർ കാണുക രാഹുൽ എന്നൊരു വ്യക്തിയല്ല, ഒരു ജനതയുടെ വികാരമാണ്. രാഹുൽ, നീ അനേകം അമ്മമാർക്ക് പിറക്കാതെ പോയ മകനാണ്, കിട്ടാതെ പോയ സഹോദരനും സുഹൃത്തുമൊക്കെയാണ്. അതേ കടന്നു വന്ന വഴികളിൽ എവിടെയൊക്കെയോ കാലുകൾ വഴുതിയിട്ടുണ്ടാകാം. പക്ഷെ കേരളം നിന്നോട് പുറത്തു കഴിഞ്ഞു. നിന്റെ സത്യസന്ധമായ പോരാട്ടത്തെ ഈ നാട് നെഞ്ചിലേറ്റി കഴിഞ്ഞു. ശ്രീ വിജയ, ചുമ്മാ വിരട്ടാൻ നോക്കേണ്ട എന്നാണ് രാഹുൽ വിളിച്ചു പറയുമ്പോൾ അതിനു പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ കരുത്തുണ്ട്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ കമന്റുകളായി ഉയരുന്നത്. രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഹീനമായ വാക്കുകൾ ഉപയോഗിച്ച മുഖ്യമന്ത്രിയുടെ കൊലച്ചിരിക്ക് മറുപടിയായി കേരളം പറയുന്നു, നിന്റെ സമയം ഏറെ വിദൂരമല്ല രാഹുൽ, ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് കമന്റുകളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്.